Good morning to all. Good morning, Good morning, ma'am. ma'am. Good morning. Yeah, morning to all. Okay, start here number. Let's start today's session with prayer, thought of the day, and sign. Okay. Start the day. പ്രയർ ആരെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ പ്രയർ ഞാൻ ചൊല്ലാമേ. ചൊല്ലിക്കോട്ടെ മാം. അഖിലാണ്ട മണ്ഡലമടിവിറ്റുരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമൊന്നും പരമപ്രകാശമേ ചരണം നീ അഖിലാണ്ട മണ്ഡലമണിച്ചുരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി. Okay, Divya, and next. Signing ആരുമില്ലെങ്കിൽ ഞാൻ പറയട്ടെ മാം. പറഞ്ഞോളൂ. Good morning, ma'am. Good morning to all. I warmly welcome respected teacher Ashwati ma'am. We feel very happy to have you with us. We are ready to learn new things with you for joining us. Okay, കേൾക്കുന്നുണ്ടോ? Okay. Okay. Okay, കഴിഞ്ഞോ? തൊണ്ണൂത്തിരേ പറഞ്ഞു. അല്ല, തൊണ്ണൂത്തിരയാണോ? സൈന്യം പറഞ്ഞോ? ഇതിനിടയ്ക്ക് കോള് കട്ടായി പോയേ. പറയൂ, കംപ്ലീറ്റ് ആയോ? സൈനിങ് പറഞ്ഞിരുന്നു മാം. കേട്ടില്ലേ? സൈന്യം പറഞ്ഞു, തൊണ്ണൂത്തിരയോ? മാം തോട്ട് ഓഫ് ദി ഡേ വർത്തില്ലോ? ഓക്കെ, നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമുക്ക് അറിയാലോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രയർ ഇതെല്ലാം ഉണ്ടെന്ന് അറിയാലോ, അല്ലെ? അപ്പൊ നിങ്ങൾ ആരും ഇല്ലെങ്കില് നിങ്ങൾ അവിടെ ഇട്ടെടുത്ത് ചൊല്ലും, എല്ലാം ചെയ്യാം. പ്രയർ ആണെങ്കിലും തൊഴിലാണെങ്കിലും ഞാനിവിടെ പറയാൻ നിൽക്കണ്ട. മനസ്സിലായോ? മാം തോട്ട് ഓഫ് ദി ഡേ പറയട്ടെ? പറഞ്ഞോളൂ. Good morning, ma'am. I am Shahnas. Today, thought of the day. This is the words of APJ Abdul Kalam. You have to dream before your dreams can come to true. നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് മുമ്പ് നിങ്ങൾ സ്വപ്നം കാണണം. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞ പോലെ ഇനി
ഇതേപോലെ ലാൻഡിങ് ഒന്നും വരുത്തരുത് കേട്ടോ. പ്രയർ ചൊല്ലാൻ ആരുമില്ലെങ്കിൽ ചൊല്ലട്ടെ ചോദിക്കണ്ട, അങ്ങനെ ചൊല്ലാം. അത് ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എല്ലാരും നിങ്ങൾക്ക് ചിലപ്പോ ഇത് എഴുതിയെങ്കിൽ നാളെയും അത് ചെയ്യാം, അങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. കേട്ടോ, നമുക്ക് ലാഗിങ് വരേണ്ട ക്ലാസ്സിൽ, അത്രയേ ഉള്ളൂ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? അയ്യോ, പെരുന്നാളൊക്കെ എങ്ങനെയുണ്ടായിരുന്നോ? എൻജോയ് ചെയ്തോ? പെരുന്നാളിന്റെ ദിവസം ഒരു കുടുംബസംഗമം ഉണ്ടായിരുന്നു മാം, അതിന് പോയിരിക്കുമായിരുന്നു. അപ്പൊ അന്ന് നമ്മുടെ ക്ലാസ് ലീവ് അല്ലായിരുന്നു. അപ്പൊ ദൈവാദിനം കൊണ്ട് അവര് വെച്ചത് ഒന്നായിരുന്നു, ഫാമിലി പ്രോഗ്രാം ആയിരുന്നു. അപ്പോ അവിടെ നല്ല രസമായിരുന്നു മാം. എന്ന് വെച്ചാൽ ഞാൻ ഫാമിലി പ്രോഗ്രാമിൽ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. അപ്പൊ അവിടെ പോയപ്പോഴത്തേക്കും എന്റെ ഇത് ഭാര്യ ഒരു ടാസ്ക് തന്നു കപ്പിൾസിന്, ഭാര്യമാർ ഭർത്താക്കന്മാരെ സാരി ഉടുപ്പിക്കണം. അപ്പൊ അതായിരുന്നു ടാസ്ക്. പക്ഷെ എന്തായാലും ഞാൻ സ്റ്റേജിൽ എന്റെ ഭർത്താവിനെ എങ്ങനെയൊക്കെയോ ഞാൻ പിടിച്ച് കയറ്റി കഴിഞ്ഞിട്ട് ഞാൻ സാരി എല്ലാം ഉടുപ്പിച്ചു. എന്തായാലും പങ്കെടുത്തു. എനിക്ക് ഫോർത്തായിരുന്നു. മീൻസ് പെട്ടെന്ന് അവര് സിൽക്കിന്റെ സാരിയാണ് തന്നുകൊണ്ട് എനിക്ക് അത്ര സെറ്റാക്കാൻ പറ്റിയില്ല. എന്നാലും ഞാൻ ഒരുവിധം ഉടുപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ പറയാ, കാണാൻ നല്ല ചന്തായിരുന്നു. എന്തായാലും ഫാഷൻ ഷോ പോലെ എല്ലാരും ചെയ്തു. ബക്രീദിനൊന്നും അത് ഞങ്ങളെ ആ ഫംഗ്ഷൻ അന്നാണ് വെച്ചത്. അപ്പൊ അങ്ങനെയൊക്കെ കുറച്ച് സന്തോഷങ്ങളും ഉണ്ടായി. അന്നത്തെ ദിവസം മൊത്തം അവിടെയായിരുന്നു. വൈകിട്ട് ഒരു 6:30 ആയപ്പോഴാണ് വന്നത്. അപ്പൊ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി 27-ാം തീയതി. പിന്നെന്താണ്, ഞാൻ എന്റെ നോട്ട് എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കും മിസ് എന്ത് ചെയ്യാന്ന്? ഞാൻ നോട്ട് എടുക്കുകയാണ്. അത് മെയിലിന് ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്ന തിരക്കിലായിരുന്നു. പിന്നെ വിട്ടുപോയി മാം, ഇൻസ്റ്റയില് ഞാൻ നമ്മുടെ ഇത് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് മാമിന്റെ ഡാൻസ് ആണ് ആദ്യമേ വന്നത്. വെരി നൈസ്. എങ്ങനെയൊക്കെ കഴിവ് അകത്തിരിപ്പുണ്ടെന്ന് നമ്മൾ അറിഞ്ഞില്ലല്ലോ. ഒരെണ്ണം സാരി ഉടുത്തിരിക്കുന്ന കണ്ടു, ഒരെണ്ണം വേറെ ചുരിദാർ ഇട്ടൊരെണ്ണം കളിക്കുന്ന കണ്ടു. കൂടെയുള്ള മിസ് ആരാണെന്ന് അറിയില്ല, നമ്മുടെ ഇതിൽ ഇല്ലാന്ന് തോന്നുന്നു, പഠിപ്പിക്കുന്ന വേറെ ഗ്രൂപ്പിലാണെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ. എന്തായാലും നൈസ്. 2-3 ഡാൻസ് കണ്ടു. എന്തായാലും അതൊക്കെ നല്ല ആക്റ്റീവായിട്ട് മാം ചെയ്തായിരുന്നു. അതാണ് നമ്മൾ എല്ലാത്തിനും, നമ്മൾ ഒന്നിനും പുറകെ നിൽക്കാൻ പാടില്ല എന്നുള്ളതിന് സൂചനകളാണ് അതെല്ലാം. ഞാൻ അത്രേ ഉള്ളൂ മാം. ഞാനൊരു ഡാൻസ് കളിച്ചു അവിടെ പോയിട്ട്, എനിക്ക് പറ്റാവുന്ന പോലെ ഞാൻ ഡാൻസ് കളിച്ചു. ഞാൻ ഒന്നിനും പുറയിലൊന്നും നിന്നില്ല. ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ കയറാം. പിന്നെ അതുപോലെ വേറൊരു ഗ്രൂപ്പ് ആണുങ്ങളുടെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു അന്ന്. ആണുങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ജെൻസ് എൻ്റെ അടുത്ത് ചോദിച്ചു, ദിവ്യ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങളുടെ സമയമാകുമ്പോൾ എന്നോട് പറഞ്ഞാൽ മതി, അപ്പൊ സപ്പോർട്ട് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞു. ഞാനും വേറൊരു ചേച്ചിയും കയറി. ഞങ്ങളൊരു ഡുവേറ്റ് പോലെ അതിനകത്ത് സെറ്റ് ചെയ്യണമായിരുന്നു. ആ പാട്ടിന് അങ്ങനെ വേണമായിരുന്നു. അപ്പൊ അതുകൊണ്ട് സെറ്റ് ചെയ്തു. സോ നമ്മൾ അവർക്കൊരു ഹാപ്പി, നമുക്കും ഒരു ഹാപ്പി. ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അല്ലെ? പിന്നെന്താ, പിന്നെ അത്രയൊക്കെ ഉള്ളൂ, വിശേഷങ്ങളൊന്നുമില്ല. നമ്മള് എന്താ ചാപ്റ്റർ യൂണിറ്റ് 2 അല്ലെ, ചാപ്റ്റർ 2 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം നമ്മള് കുറച്ച് ടോപ്പിക് ആയിരുന്നു, അതുപോലെ മദേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്തു, അങ്ങനെ കുറച്ച് ക്ലാസ്, അങ്ങനെ നമ്മൾ സെലിബ്രേഷൻ സംസാരം അങ്ങനെ കുറച്ചൊക്കെ പോയി അല്ലെ. സോ ഇന്ന് നമുക്ക് ക്ലാസ്സിലേക്ക് പോവാട്ടോ. ഇത് നമ്മള് ന്യൂ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്, ചാപ്റ്റർ 3. ഓക്കെ, ദ വെർബ് സിസ്റ്റം ഇൻ ഇംഗ്ലീഷ്, അതാണ് എടുക്കുന്നത്. ഈ ചാപ്റ്റർ കുറച്ചേ ഞാൻ എടുക്കുന്നുള്ളൂ, കാരണം ബാക്കി നമുക്ക് എടുക്കാൻ പറ്റില്ല. നമ്മുടെ ടെൻസ് പഠിക്കുന്ന സമയത്ത് മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ പറഞ്ഞത് നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല, അതിലും ഭേദം അറിയാതിരിക്കുക അല്ലെ. അപ്പൊ ഈ ക്ലാസിഫിക്കേഷൻ ഒന്ന് നോക്കാട്ടോ. വെർബ് സിസ്റ്റം ഇംഗ്ലീഷിലെ വെർബ് സിസ്റ്റത്തിന്റെ ക്ലാസിഫിക്കേഷൻ ഒന്ന് നോക്കാം. മെയിൻ വെർബ്, റെഗുലർ ആണ്, മെയിൻ വെർബ്, ഹെൽപ്പിംഗ് വെർബ്, അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മെയിൻ വെർബിൽ തന്നെ റെഗുലർ വെർബ്, ഇറഗുലർ വെർബ്, ട്രാൻസിറ്റീവ് വെർബ്, ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് എത്ര തരം വെർബുകളുണ്ട്, മീൻസ് അത് രണ്ടാണ്. എത്രയാണ്? മെയിൻ വെർബ് ആൻഡ് ഹെൽപ്പിംഗ് വെർബ്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരും. അതിനുശേഷം പിന്നെ പറയുന്നത് മെയിൻ വെർബിനെ ആയിരിക്കും കേട്ടോ. മെയിൻ വെർബിന്റെ ക്ലാസിഫിക്കേഷൻ ആയിരിക്കും പറയുന്നത്.
ഹെൽപ്പിംഗ് വേർബിനെ കുറിച്ച് ഞാൻ പറയില്ല, കാരണം നമ്മൾ ടെൻസ് എടുക്കുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആ ക്ലാസ്സിൽ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ടെൻസ് ചാപ്റ്റർ എടുക്കുമ്പോൾ പറയുന്നുണ്ട്. സോ അന്നായിരിക്കും അത് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ? ചോദിക്കണ്ട കേട്ടോ, ആ ടൈമിൽ എടുക്കാൻ പറ്റുള്ളൂ, കാരണം ഇപ്പൊ എടുത്താൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല, അതുകൊണ്ടാണ് കേട്ടോ. മനസ്സിലാവുകയൊക്കെ ചെയ്യും, പിന്നെ കൺഫ്യൂഷൻ വരും. അപ്പോ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട്ബുക്ക് എടുക്കാം, നോട്ട്ബുക്ക് എടുത്തിട്ട് ചാപ്റ്റർ എഴുതാം. The verb system in English. Classification എഴുതണ്ട ഇപ്പോ. ഇനി വേർബിനെ തരാം നമ്മള്. We have two types of verbs. They are main verb and helping verb. എന്റെ നോട്ടിലാണ് മെയിൻ verb, ഹെൽപ്പിംഗ് verb എന്ന് പറയുന്നുണ്ട്. ഓക്കെ, മെയിൻ വേർബിനെ നമുക്ക് പറയാം. മെയിൻ verb എന്ന് പറയുമ്പോ മെയിൻ വേർബിനെ തന്നെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ക്ലാസിഫൈ ടു റെഗുലർ verb and irregular verb. ടു അല്ല അല്ലെ, ഐ തിങ്ക് 4. റെഗുലർ ഉണ്ട്, ഇറഗുലർ ഉണ്ട്, ട്രാൻസിറ്റീവ് ഉണ്ട്, ഇൻട്രാൻസിറ്റീവ് ഉണ്ട്. ഇതിൽ പറയാത്തതായിട്ടുള്ള കാര്യം ഞാൻ പറയാണ്. ഇതിൽ തന്നെ ആക്ഷൻ verb ഉണ്ട്, സ്റ്റേറ്റ് verb ഉണ്ട്. ഓക്കെ, അപ്പോ നിങ്ങൾ എഴുതാം മെയിൻ വേർബിന് ഹെഡിങ് കൊടുക്കാം. മെയിൻ വേർബിന് തന്നെ കുറച്ച് വേർബിനെ കുറിച്ച് നമുക്ക് നോട്ട്സ് എഴുതാം കേട്ടോ. മെയിൻ വേർബിന് ഹെഡിങ് കൊടുത്തിട്ട് ഫസ്റ്റ് വൺ ഈസ് ആക്ഷൻ verb. വാട്ട് ഈസ് ആക്ഷൻ verb? വേർഡ് എന്താണെന്ന് പറയുന്നത്. വാട്ട് ഈസ് verb? മലയാളത്തിൽ പറയുകയാണെങ്കിൽ പ്രവൃത്തി അല്ലെ, മലയാളത്തിൽ പറയുകയാണ് പ്രവൃത്തിയാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എന്താണ്? വെറുപ്പാണ് അല്ലെ. നമ്മൾ എന്തൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം പ്രവൃത്തികളാണ് അല്ലെ. അപ്പൊ ഞാൻ പഠിപ്പിക്കുകയാണ്, അതൊരു പ്രവൃത്തിയാണ്, ഒരു ആക്ഷൻ, ഒരു വേർബാണത്. നിങ്ങൾ പഠിക്കുകയാണ്, അതും ഒരു വേർബാണ് അല്ലെ. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എന്താണ്? വെറുബാണെന്ന് പറയാൻ പറ്റും. റൈറ്റ്? ക്ലിയർ ആണോ? അതിൽ നമ്മൾ ഫിസിക്കലി ചെയ്യുന്ന ആക്ഷൻസ് ഉണ്ടാകും. ഫിസിക്കലി നമ്മൾ ചെയ്യുന്ന കുറച്ച് ആക്ഷൻസ് അല്ലാതെ അത് ആക്ഷൻ വേർബിൽ വരുന്നതാണ്. അതായത് എന്താണ് നമ്മള് ഫിസിക്കലായിട്ട് നമ്മൾ ചെയ്യുന്ന ചാട്ടം, ഓട്ടം അല്ലെ, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ. പാടുക, എഴുതുക, പഠിക്കുക, അതെല്ലാം എന്താണ്? ആക്ഷൻ വേർബിൽ വരുന്നതാണ്. ഡാൻസ്, ഫിസിക്കലി ചെയ്യുന്ന എല്ലാ ആക്ഷൻസും ആക്ഷൻ വേർബിൽ വരുന്നതാണ്. ക്ലിയർ അല്ലേ? മനസ്സിലായോ? ഫിസിക്കലി ചെയ്യുന്ന എന്ത് പ്രവൃത്തിയും ഒരു ആക്ഷൻ വേർബാണ്. ഓക്കെ, a verb is a verb that indicates a physical action. It's an action verb. Okay, and the next one is any എഴുതിക്കോളൂ ട്ടോ. ഫസ്റ്റ് ഏതാ? ആക്ഷൻ verb. What is action verb? ഞാൻ എന്റെ നോട്ടിൽ എഴുതിയിരിക്കുന്ന പോലെ എഴുതണം ഒരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്ന പോലെ മാത്രം എഴുതാം. മലയാളത്തിലോ ഇംഗ്ലീഷിലോ യു ക്യാൻ റൈറ്റ് എനി ലാംഗ്വേജ്. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, അത്രയേ ഉള്ളൂ. നോട്ട് കണ്ടാല് ഇതാണ് ആക്ഷൻ എന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ അതിനെന്താ ചെയ്യണ്ടേ? നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൽ മനസ്സിലായത് എന്താണോ അത് നോട്ട്ബുക്കിൽ എഴുതി വെക്കാം. വാട്ട് ഈസ് ആക്ഷൻ verb? നമ്മൾ ഫിസിക്കലി ചെയ്യുന്ന ഏതൊരു ആക്ഷൻസും ആക്ഷൻ വേർബിൽ വരുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ജംപ്, റൺ, ഡാൻസ്, റൈഡ്, റൈറ്റ്, ഈറ്റ്. ഓക്കെ, ക്ലിയർ? നോട്ട് എഴുതിക്കോളൂ. ആക്ഷൻ വേർബ് മനസ്സിലായത് നിങ്ങൾ നോട്ട് എഴുതാം. ഇതൊരു എക്സാമ്പിൾ. ഓക്കെ, നോട്ട് എഴുതി കഴിയുമ്പോൾ
മാം എഴുതി കഴിഞ്ഞു. ഓക്കെ, ക്ലാസ്സിൽ ലേറ്റ് ആയല്ലേ? പിന്നെന്തായിരുന്നു? മറന്നു ഞാൻ. ഒരു കാര്യം ചെയ്യട്ടോ, ക്ലാസ് ഇപ്പോഴാണ് കയറിയത്. ഒന്ന് പറഞ്ഞു കൊടുക്കൂ, ഞാൻ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന്, നോട്ട്സ് എന്താണെന്ന് അപ്പൊ ഒന്ന് ഷെയർ ചെയ്യൂ കേട്ടോ. ഓക്കെ, പറഞ്ഞോളൂ കേട്ടോ. ആരാ പറയാം? ഞാൻ ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക് ക്ലാസ്സിൽ ലേറ്റ് ആയി വന്നവർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കുക. ആസ് എ ടീച്ചർ, ഒരു ടീച്ചർ എന്ന നിലയില്, നിങ്ങൾ ടീച്ചർ ആണല്ലോ അല്ലെ? അപ്പൊ നിങ്ങൾ ടീച്ചർ എന്ന നിലയിൽ യൂണിറ്റ് 3 ദ വെർബ് സിസ്റ്റം ഇൻ ഇംഗ്ലീഷ്. അതില് വെർബ് സിസ്റ്റത്തിനെ തിരിച്ച് മെയിൻ വെർബ് എന്നും ഇപ്പൊ പറഞ്ഞത് മെയിൻ വെർബ്, ഹെൽപ്പിംഗ് വെർബ്, അതിൽ പറഞ്ഞത് ആക്ഷൻ വെർബ്. നമ്മൾ ആക്ഷൻ വെർബ്, എ വെർബ് ഈസ് എ വേർഡ് ദാറ്റ് ഇൻഡിക്കേറ്റ്സ് എ ഫിസിക്കൽ ആക്ഷൻ. നമ്മൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും ആക്ഷൻ വെർബ് എന്ന് പറയാം. നമ്മളിപ്പോ എഴുതുന്നു, തിന്നുന്നു, കുടിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ പഠിക്കുന്നു, ഇപ്പൊ ക്ലാസ് കാണുന്നു, ഇതെല്ലാം അതിൽ വരുന്ന എല്ലാം ആക്ഷൻ വെർബായിട്ട് വരും. പിന്നെ ഇത്രയാണ്, ഇത്രേ അറിയത്തുള്ളത്. പിന്നെ താങ്ക് യു. അപ്പൊ കഴിഞ്ഞല്ലോ, ക്ലിയർ ആയോ? ലേറ്റ് ആയി വന്ന ആൾക്ക് ക്ലിയർ ആയോ? ഞാൻ ലേറ്റ് ആയി വന്നതാണെന്ന് പറയാൻ കാരണം എനിക്ക് പേര് അറിയില്ല കേട്ടോ. ക്ലിയർ ആയി. ക്ലിയർ. അപ്പൊ ആക്ഷൻ വേർബ് എന്താണ്? നോട്ട്സ് എല്ലാം കംപ്ലീറ്റ് ആയല്ലോ അല്ലെ? എല്ലാവരും കംപ്ലീറ്റ് അല്ലേ? എക്സാമിന് ചെയ്തി. ഓക്കെ, ഇനി സ്റ്റേറ്റ് വേർബ്. ഇത് നമ്മുടെ ടെക്സ്റ്റിൽ ഇല്ല കേട്ടോ. ഈ ആക്ഷൻ വേർബും സ്റ്റേറ്റ് വേർബും നമ്മുടെ ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നുള്ളൂ, കാരണം നമ്മൾ പഠിക്കുകയാണ്, എന്തായാലും എല്ലാം അറിഞ്ഞിരിക്കണം. ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു, ടെസ്റ്റിനകത്ത് നോക്കിയപ്പോ കണ്ടില്ല. അപ്പൊ നമ്മൾ പഠിക്കുകയാണ്, എല്ലാം അറിഞ്ഞിരിക്കണമല്ലോ. പിന്നെ എപ്പോഴെങ്കിലും നിങ്ങൾ ആക്ഷൻ വേർബ് സ്റ്റേറ്റ് വേർബ് എന്നൊക്കെ കഴിഞ്ഞാല് അയ്യോ എന്ത് സാധനം ആലോചിച്ചിരിക്കുമല്ലോ, അതിന്റെ ആവശ്യമില്ല. പഠിക്കുമ്പോൾ എല്ലാം പഠിക്കാം, ഇത്രയേ ഉള്ളൂ. അപ്പൊ ആക്ഷൻ വേർബ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നെക്സ്റ്റ് വൺ ഇസ് സ്റ്റേറ്റ് വേർബ്. സ്റ്റേറ്റ് വേർബ് എന്ന് പറയുമ്പോൾ ഇവിടെ ഫിസിക്കൽ ആക്ഷൻസ് ഒന്നും ഉണ്ടാകില്ല. ഓക്കെ, ഫിസിക്കലി ഒരു ആക്ഷൻസ് ഇല്ലെങ്കിൽ പോലും അത് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. ലൈക്ക് സ്റ്റേറ്റ്മെന്റ്. ഇപ്പോ ഐ ഫീൽ വെരി ഹാപ്പി ടുഡേ. ഐ ഫീൽ വെരി ഹാപ്പി ടുഡേ. ഐ ഫീൽ വെരി ഹാപ്പി ടുഡേ എന്ന് പറയുമ്പോൾ അവിടെ ഫീൽ എന്ന് പറയുന്നതും അവിടെ ഫീൽ എന്ന് പറയുന്ന വേർഡ് അതൊരു വേർഡാണ്. മീൻസ് നമ്മളത് ഫീൽ ചെയ്യുന്നുണ്ട്, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് ഫിസിക്കലി നമുക്കൊരു ആക്ഷൻസ് അവിടെ സംഭവിക്കുന്നില്ലെങ്കിൽ പോലും അതെന്താണ്? അതിന്റെ സ്റ്റേറ്റ് വേർബ് എന്ന് പറയും. ലൈക്ക് എ സ്റ്റേറ്റ്മെന്റ്. മനസ്സിലായോ? ലിസൺ വരുമോ മാഡം? എന്തോ ലിസണിങ് വരുമോ? അത് ലിസണിങ് വരുമല്ലോ, അതൊക്കെ ഒരു വേർബാണ്.
നമ്മുടെ ഫിസിക്കലി നമ്മൾ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ പോലും അതിലേക്ക് അല്ലെ സ്റ്റേറ്റ്മെന്റ് അല്ലേ അത് പറയുന്നത്. ഇനിയിപ്പോ ഐ ബിലീവ് യു, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ പോലും അത് ബിലീവ് എന്ന് പറയുന്ന ഒരു വേർബാണ്. ഇനിയിപ്പോ ഐ ആം എ ടീച്ചർ, ഐ ആം എ ടീച്ചർ എന്ന് പറയുമ്പോൾ അതിലെ ഐ അല്ല അതൊരു സ്റ്റേറ്റ് വേർബാണ്. മനസ്സിലായോ? ഫിസിക്കലി ചെയ്യാത്ത ഏതൊരു ആക്ഷൻസും സ്റ്റേറ്റ് വേർബ് ആണെന്ന് പറയാം. ലൈക്ക് എ സ്റ്റേറ്റ്മെന്റ്. ക്രൈയിങ്ങും ഉൾപ്പെടുത്താം അല്ലേ? ക്രൈയിങ്, ഏതായിരുന്നു? ക്രൈയിങ്, കരയുക. അത് ഫിസിക്കൽ ആക്ഷൻ ആണെന്ന് വെച്ചാല് അത് ഫിസിക്കൽ ആക്ഷൻ അല്ലേ? ഉണ്ട്, എന്നാലും കൂടുതൽ കൺഫ്യൂഷൻ ആക്കണ്ട കേട്ടോ. ഇല്ല, ഞാൻ നിർത്തി. അപ്പൊ മനസ്സിലായല്ലോ ആക്ഷൻ വേർബും സ്റ്റേറ്റ് വേർബും ഡിഫറൻസ് മനസ്സിലായല്ലോ. സ്റ്റേറ്റ് വേർബ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് വിചാരിക്കാം. ഐ എം എ സ്റ്റുഡന്റ്, ഐ എം എ ടീച്ചർ, പിന്നെന്താണ് ഐ ബിലീവ് യു, ഐ നോ ദ ആൻസർ. ഐ നോ എന്ന് പറയുന്നത് എനിക്ക് അറിയാം. ഐ നോ എന്ന് പറയുന്നത് സ്റ്റേറ്റ് വേർബ് ആണ്. ഓക്കെ, ടേസ്റ്റ്, ടേസ്റ്റ്, ടേസ്റ്റ് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഒരു വേർബ് ആണ് അല്ലെ? അപ്പൊ അങ്ങനെ കുറച്ച് വേർബുകളുണ്ട്. അത് സ്റ്റേറ്റ് വേർബും നമ്മൾ ഫിസിക്കലി ചെയ്യുന്ന എല്ലാ ആക്ഷൻസും ആക്ഷൻ വേർബാണ്. ക്ലിയർ? മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ് വേർബിനെ നോട്ട് ചെയ്യുക. ഈ അബ്സ്ട്രാക്ട് നൗണുമായിട്ട് ഇതിന് എന്തോ ഒരു ഇതില്ലേ? ആബ്സ്ട്രാക്ട് ബന്ധമുണ്ട്. എക്സ്പീരിയൻസ് ആണ് നമ്മള് എങ്ങനെയാ പറയാ, എക്സ്പീരിയൻസ് പറയുന്നത് ഫിസിക്കൽ എക്സ്പീരിയൻസ് ആണ്. അല്ലാതെ നമ്മള് നോർമലി അബ്സ്ട്രാക്ട് നൗണിലൂടെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് സ്റ്റേറ്റ് വേർബ് പറയാം. അങ്ങനെ പക്ഷെ അങ്ങനെ പഠിക്കരുത് കേട്ടോ. അങ്ങനെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ പഠിച്ച് പിന്നീടും കൺഫ്യൂഷൻ വരും. ഏകദേശം മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്താണ് സ്റ്റേറ്റ് വേർബ് എന്നത് മനസ്സിലാക്കാൻ പറ്റും. ഒരു സ്റ്റേറ്റ്മെന്റ് ആണെന്ന് മനസ്സിലാക്കും. ഓക്കെ, നമ്മള് ആബ്സ്ട്രാക്ട് നൗണിനെ കുറിച്ച് പറയുന്നില്ല. അത് നൗണിനെ ബേസ് ചെയ്ത് പറയുന്നതാണ്, വേർഡിനെ ബേസ് ചെയ്ത് പറയുന്നതാണ്. വെർബാണ്. നൗൺ വേറെ, വെർബ് വേറെ, രണ്ടും രണ്ടാണ് കേട്ടോ. ഓക്കെ, a verb is the word that indicates without a physical action is state verb. Physical actions ഒന്നും ഇല്ലാതെ വരുന്ന ഒരു വേർബിനെ നമ്മൾ സ്റ്റേറ്റ് വേർബ് എന്ന് പറയും. നിങ്ങൾക്ക് മനസ്സിലായ പോലെ നിങ്ങൾ നോട്ട്സ് ചെയ്തു കേട്ടോ. മാഡം ഇതിനകത്ത് ലവ് എന്നത് കറക്റ്റ് ആണോ? എന്തോ? അപ്പൊ ഐ ലവ് യു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ? I love you. Yeah. സ്നേഹിക്കുക എന്ന് പറയുന്ന ഒരു വെറുപാണല്ലോ. ഓക്കെ, അപ്പൊ എഴുതിക്കോളൂട്ടോ. കംപ്ലീറ്റ് ആവാൻ പറയണേ. Page number 40.
മാം കഴിഞ്ഞു കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ട്രാൻസിറ്റീവ് വേർബ് നോക്കാം കേട്ടോ. അപ്പൊ ആക്ഷൻ വേർബ് കംപ്ലീറ്റ് ആയി, സ്റ്റേറ്റ് വേർബ് കംപ്ലീറ്റ് ആയി. ക്ലിയർ ആണല്ലോ? മനസ്സിലായല്ലോ? ഡൗട്ട്സ് ഉണ്ടോ? എന്തെങ്കിലും ചോദിക്കൂ. ഓക്കെ, the next one is transitive verb. റെഗുലർ വേർബും ഇറഗുലർ വേർബും ഞാൻ പറഞ്ഞുതരാം. അതിന് മുൻപ് ട്രാൻസിറ്റീവിലേക്ക് പോവാണ് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് വൺ ട്രാൻസിറ്റീവ് വേർബ്. ഹെഡിങ് കൊടുത്തോളൂ, ഹെഡിങ് എഴുതാം. ട്രാൻസിറ്റീവ് വേർബ്. വേർബ് എന്ന് പറയുമ്പോ ഫോർ എക്സാമ്പിൾ ശക്തിയാണ് എന്ന് മലയാളത്തിൽ ഒരു വേർഡ്, ഒരു സെന്റൻസ് പറയാണ്. ഓക്കെ, ഞാൻ അതിന് പകരം ഞാൻ പറയുന്നു കേൾക്കാണ് എന്ന് പറയാണ്. ഞാൻ കേൾക്കാണ്. ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കും, എന്ത് കേൾക്കാണ് അല്ലെ? ചോദിക്കില്ലേ? ഞാൻ കേൾക്കുകയാണെന്ന് മാത്രം പറയാണ്. എന്ത് കേൾക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല, ജസ്റ്റ് കേൾക്കുകയാണ്. ഞാൻ കേൾക്കുകയാണ്. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും എന്താ കേൾക്കുന്നതെന്ന് ചോദിക്കും. ചോദിക്കില്ലേ? കാര്യം എന്താ? ആ സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് അല്ല അല്ലെ? ഞാൻ കേൾക്കുകയാണ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് അല്ല. എന്തുകൊണ്ട്? ഒരു ഒബ്ജക്റ്റ് ഇല്ലല്ലോ അവിടെ. എന്ത് കേൾക്കുന്നു എന്നൊരു സംഭവം ഞാൻ പറഞ്ഞില്ല. ഒബ്ജക്റ്റ് ഇല്ല. എന്ത് കേൾക്കുന്നു എന്നതിനല്ലേ പ്രസക്തി? അതെ, എന്ത് കേൾക്കുന്നു എന്നത് നമ്മൾ പറയാതെ ആ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ആ സെന്റൻസ് കംപ്ലീറ്റ് ആകില്ല. ശരിയല്ലേ? ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ ഐ ആം ലിസണിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ചോദിക്കും വാട്ട് യു ലിസണിങ് ചോദിക്കും അല്ലെ? അപ്പോ ഒബ്ജക്റ്റ് ഇല്ല. ഒബ്ജക്റ്റ് ഉള്ള ഒബ്ജക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഐ ആം ലിസണിങ് എ സോങ്, ഐ ആം ലിസണിങ് ടു മ്യൂസിക്. ഞാൻ പാട്ട് കേൾക്കുകയാണ് എന്ന് പറയുമ്പോൾ ഓക്കെ, ക്ലിയർ ആണ്. ആ സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് ആണ്, ക്ലിയർ ആണ് ആ സെന്റൻസ്. നിങ്ങൾക്ക് കൺവേ ആകുന്നതാണ് പാട്ട് കേൾക്കുകയാണ്. അല്ലെ? ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ട ആവശ്യമില്ല, കാരണം ആ സെന്റൻസ് കംപ്ലീറ്റ് ആണ് അല്ലെ? അതാണ് transitive verb. A transitive verb that requires a direct object to complete its meaning in a sentence. ഒബ്ജക്റ്റിന്റെ സഹായത്തോടു കൂടി ഒരു സെന്റൻസ് കംപ്ലീറ്റ് ആക്കുകയാണെങ്കിൽ അതെന്താണ്? ട്രാൻസിറ്റീവ് വേർബ് ആണ്. മനസ്സിലായോ? She ate the cake. It is a transitive verb and the cake is the direct object. She ate the cake. She ate the cake എന്ന് പറയുമ്പോ അതില് കഴിക്കുക എന്നതാണ് എന്ത്? ട്രാൻസിറ്റീവ് വേർബ്. കാരണം അവിടെ ഒബ്ജക്റ്റിന്റെ സഹായത്തോടു കൂടി ആ സെന്റൻസ് കംപ്ലീറ്റ് ആയി. അവിടെ ഒബ്ജക്റ്റ് ഏതാണ്? കേക്ക് ആണ് ഒബ്ജക്റ്റ് അല്ലെ? കേക്ക് ആണ്. കേക്ക് ഡയറക്ട്ലി ഒബ്ജക്റ്റ് ആണ്, നേരെ കാണാം. കേക്ക് അവിടെ ഒബ്ജക്റ്റ് ആണ്. സോ ഒബ്ജക്റ്റിന്റെ സഹായത്തോടു കൂടിയാണ് സെന്റൻസ് കംപ്ലീറ്റ് ആയത്. ഐ ഈറ്റ് ദ കേക്ക്. അപ്പോ ഈറ്റ് എന്ന് പറയുന്ന ഒരു വെർബാണല്ലോ, കഴിക്കുക എന്ന് പറയുന്ന വെർബാണല്ലോ അല്ലേ? അപ്പൊ എന്താണ്? ട്രാൻസിറ്റീവ് വേർബ് ആണ്. ഓക്കെ, ഐ ഏറ്റ് ദ കേക്ക് എന്ന് പറയുന്ന സെന്റൻസിലെ ഏറ്റ് എന്ന് പറയുന്നത് ട്രാൻസിറ്റീവ് വേർബ് ആണ്. കാരണം കേക്ക് എന്നത് ഒരു ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. ക്ലിയർ? ഇനി ഓപ്പോസിറ്റ് ആണെങ്കിൽ ഇൻട്രാൻസിറ്റീവ് വേർബ് എന്തായിരിക്കും? ഒബ്ജക്റ്റിന്റെ സഹായം ആവശ്യമില്ല അവിടെ. ഫോർ എക്സാമ്പിൾ ഷീസ് ലാഫിംഗ്. അവൾ ചിരിക്കുകയാണ്. അവൾ ചിരിക്കുകയാണ് എന്ന് പറയുന്ന സെന്റൻസിലെ ഒബ്ജക്റ്റ് ആവശ്യമില്ല. എന്തിന് ഇല്ല, അവിടെ എന്താന്നുള്ളത്, എന്തിന് ചിരിക്കുന്നു എന്നുള്ളത് കാണിക്കുന്നില്ല. എന്തിന് ചിരിക്കുന്നു എന്നാണ് പ്രസക്തമല്ല. അവള് ചിരിക്കുകയാണ്, ചിരിക്കട്ടെ, അവള് ചിരിക്കുകയാണ്. ഷീസ് ലാഫിംഗ് എന്ന് പറയുന്ന സെന്റൻസിന് ഒബ്ജക്റ്റ് ആവശ്യമില്ല അല്ലെ? അപ്പൊ സെന്റൻസ് ഒബ്ജക്റ്റ് ഇല്ലാതെയും ആ സെന്റൻസ് കംപ്ലീറ്റ് ആണ്. അങ്ങനെയുള്ളത് എന്താണ്? ട്രാൻസിറ്റീവ് വേർബ് ആണ്. ട്രാൻസിറ്റീവ് വേർബ് cannot have a direct object to complete their meaning. മനസ്സിലായോ? ആ സെന്റൻസിന്റെ മീനിങ് കംപ്ലീറ്റ് ആകാൻ വേണ്ടി ഒബ്ജക്റ്റിന്റെ സഹായം ആവശ്യമില്ല എന്നതാ. അത് എന്താണ്? ഇൻട്രാൻസിറ്റീവ് വേർബ് ആണ്. Your dog barks a lot. Your dog barks a lot.
നിങ്ങളുടെ പട്ടി ഒരുപാട് കുരയ്ക്കുന്നു. അവിടെ അവിടെ ഒബ്ജക്റ്റ് ആവശ്യമില്ല. അതുപോലെ തന്നെയാണ് ഐ വാസ് സ്ലീപ്പിംഗ്, ഞാൻ സ്ലീപ്പിംഗ്, ഞാൻ ഉറങ്ങുകയാണ്. There is no object. ആവശ്യമില്ല. ഒബ്ജക്റ്റ് ആവശ്യമില്ല. അപ്പൊ എന്താണ് ട്രാൻസിറ്റീവ് എന്നും ഇൻട്രാൻസിറ്റീവ് എന്താണെന്ന് ക്ലിയർ ആയോ? ഒബ്ജക്റ്റിന്റെ സഹായത്തോടുകൂടി സെന്റൻസ് കംപ്ലീറ്റ് ആകുകയാണെങ്കിൽ അത് ട്രാൻസിറ്റീവും, ഒബ്ജക്റ്റിന് സഹായമില്ലാതെ സെന്റൻസ് കംപ്ലീറ്റ് ആകുകയാണെങ്കിൽ അത് ഇൻട്രാൻസിറ്റീവ് വേർബുമാണ്. ഇവിടെ ഐ വാസ് സ്ലീപ്പിംഗ് എന്ന് പറയുന്ന സെന്റൻസിലെ വേർബ് ഏതാണ്? ഇൻട്രാൻസിറ്റീവ് വേർബ് ഇസ് സ്ലീപ്പിംഗ്. സ്ലീപ്പിംഗ്. അത്രയേ ഉള്ളൂ കേട്ടോ. ക്ലിയർ ആണല്ലോ? രണ്ട് വേർബും ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് മാം. ഓക്കെ. നോട്ട് എഴുതിക്കോളൂ. മാം കഴിഞ്ഞു കേട്ടോ. ഓക്കെ. മാം ആ ട്രാൻസിറ്റീവ് വെർബ് ഒന്ന് കാണിക്കുവാനോട്ട് ഒന്നുകൂടി. ഈ നോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ മാം. അപ്ലോഡ് ചെയ്യാം. കംപ്ലീറ്റ് ആയോ? എല്ലാവരും നോട്ട് കംപ്ലീറ്റ് ആയോ? വേണം അപ്ലോഡ് ചെയ്യാം കേട്ടോ. സപ്പോസ് അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ പോലും ഇതൊന്ന് ഓർപ്പിക്കണം കേട്ടോ. ഓക്കെ മാം. കിട്ടിയില്ലെങ്കിൽ പറയാം. ഓക്കെ. ഓക്കെ മാം. അപ്പോ ട്രാൻസിറ്റീവ് കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് വൺ ഇസ് റെഗുലർ ആൻഡ് ഇറഗുലർ. നമുക്കറിയാം ഒരുപാട് വേർബ്സ് ഉണ്ട്, അല്ലെ? ഫോർ എക്സാമ്പിൾ ഒരുപാട് വേർബ്സ് ഉണ്ട് അല്ലെ? അതില് കേട്ടിട്ടുണ്ടാവും നിങ്ങള് B1, B2, B3 എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ? B1, B2, B3 ആളുകളെ കുഴക്കാനായിട്ട്. മ്യൂട്ടൊക്കെ ചെയ്തിട്ട് പറയട്ടോ. അതില് B1 എന്ന് പറയുന്നത് പ്രസന്റ് വേർബാണ്. ആൻഡ് B2 എന്നത് പാസ്റ്റ് ആണ്. B3 എന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. ഇതില് ഒരു B4 കൂടി ഉണ്ട്, അതുകൊണ്ട് വിളിക്കും. B4 എന്നത് പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ് കേട്ടോ.
കേട്ടോ. V1 എന്ന് പറയുന്ന പ്രസന്റ്, V2 പാസ്റ്റ്, V3 പാസ്റ്റ് പാർട്ടിസിപ്പിൾ, V4 പ്രസന്റ് പാർട്ടിസിപ്പിൾ. അങ്ങനെ ഷോർട്ട് ആയിട്ട് നമ്മൾ പറയുന്നതാണ് എന്ത് V1, V2, V3. ഓക്കെ, V1, V2, V3. V4 ശരിക്കും മാത്രം പറയാറുള്ളൂ. ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പൊ V1, V2, V3 എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അത് ഷോർട്ട് ഫോം ആണ്. ഒറിജിനൽ എന്താണ് നോർമലി വിളിക്കുന്നത് പറയുന്നത്, അല്ലെങ്കിൽ നോർമലി എല്ലാവരും V1 ഫോം എല്ലാവരും മാഡം എന്തോ V4 എന്താണ്? പറയാം. അതില് V1 ബേസ് ഫോം ആണ്, അല്ലെങ്കിൽ ബേസ് ഫോം ഓഫ് ദി verb എന്ന് പറയാം. പ്രസന്റ് verb ആണ്. നോർമലി യൂസ് ചെയ്യുന്ന പ്രസന്റ് ടെൻസ്. V2 പാസ്റ്റ് ആണ്, then V3 പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്, and V4 പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ്. ഇതിങ്ങനെ തന്നെ പഠിക്കും. ഞാൻ ഷോർട്ട് ആക്കി V1, V2, V3, 4 എന്നൊക്കെ ഞാൻ പറയുള്ളൂ കേട്ടോ. ഓക്കെ, ഇങ്ങനെ പഠിച്ച് വെക്കും. എഴുതിയോ? എഴുതിയല്ലോ. ഇതില് നമ്മൾ നോർമലി പറയുന്ന എല്ലാ വേർബുകളും V1 ഫോംസ് ആണ്. പ്ലേ, വർക്ക്, വാക്ക്, റീഡ്, റൺ, റൈറ്റ് എന്നൊക്കെ പറയുന്ന എല്ലാം V1 ഫോംസ് ആണ്. ഓക്കെ, ഇനി പ്ലേ എടുക്കുകയാണെങ്കിൽ അതിന്റെ V2 ഫോം എന്താണ്? പ്ലേഡ് ആണ്. V3 ഫോം എന്താണ്? പ്ലേഡ് ആണ് അല്ലെ? പ്ലേ, പ്ലേഡ്, പ്ലേഡ്. ഇനി വാക്ക് എടുക്കുകയാണെങ്കിലോ അതിന് V1, V2, V3 ഫോംസ് എടുക്കുക. വാക്ക്ഡ് ആണ് അല്ലെ? വാക്ക്, വാക്ക്ഡ്, വാക്ക്ഡ്. then വർക്ക് ആണെങ്കിലോ വർക്ക്, വർക്ക്ഡ്, വർക്ക്. ഓക്കെ, അപ്പോ ഈ ED ചേർത്ത് പോകുന്ന കുറച്ച് വേർബുകൾ സെയിം ആയിരിക്കും. V2, V3 സെയിം ആയിരിക്കും. ED ചേർത്ത് പോകുന്ന വേർബ് ആയിരിക്കും. അതിനെ നമ്മൾ പറയുന്നത് റെഗുലർ വെർബുകളാണ്. റെഗുലർ ആയിട്ടുള്ള വെർബുകളാണ്. മീൻസ് ED ചേർത്ത് കുറച്ച് വേർബുകൾ പോകും അല്ലെ? അതിനെ നമ്മൾ എന്താണ് റെഗുലർ വേർബ് എന്നാ പറയാം. കണ്ടോ? പ്ലേ, 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 വാക്ക്, 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 ജംപ്, 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 വാച്ച്, 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 പുൾ, 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 പുഷ്, പുഷ്, പുഷ്. കണ്ടോ? ഇതെല്ലാം ED ചേർത്ത് പോകുന്ന വേർബുകളല്ലേ? ഒരുപാട് വേർബ് ഉണ്ട്. ഇതെല്ലാം എന്താണ്? റെഗുലർ വെർബാണ്. റെഗുലറായി ED ചേർത്ത് പോകുന്ന വെർബുകളാണ് എന്ത് റെഗുലർ വെർബ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതാണ് വെർബിന്റെ 3 ഫോംസ്. 3 ഫോംസ് ഓഫ് ദ വെർബ്സ് ആണിത്. ഇതെല്ലാം 3 ഫോംസ് നമ്മൾ അല്ലെങ്കിൽ 2 ഫോംസ് ED ചേർത്ത് പോകുന്നുണ്ടെങ്കിൽ അതെന്താണ്? റെഗുലർ വെർബ് ആണ്. ക്ലിയർ അല്ലേ? എഴുതിക്കോളൂ, നോട്ട് എഴുതിക്കോളൂ കേട്ടോ. ഈ നോട്ട് എഴുതാൻ പറ്റേ ഇറഗുലർ പറയും. ഇറഗുലർ വെർബ് എന്താണ്? സി മീൻസ് റെഗുലർ ആയിട്ട് പോകാത്ത വെർബുകൾ. ചില വെർബ് നിങ്ങളുടെ ഉണ്ടാവുമല്ലോ 3 ആയിരിക്കും അല്ലെ? ഫോർ എക്സാമ്പിൾ റൈറ്റ്, റൈറ്റ്, റിട്ടേൺ അല്ലെ? റൈറ്റ്, റിട്ടേൺ 3 ആണ്. ഇനി വേറെണ്ണം പറയുകയാണെങ്കിൽ run, ran, run, run, run. ഇനി go, go. ഇതൊക്കെ എന്താണ്? 3 ആണ്. come, came, come അല്ലെ? റെഗുലർ ആയിട്ടാണ് പോകുന്നേ? അല്ല. അപ്പൊ റെഗുലർ ആയിട്ട് പോവാത്ത വെർബുകൾ എന്താണ്? ഇറഗുലർ വെർബ് ആണ്. എക്സാമ്പിൾ എഴുതി വെക്കാം. ക്ലിയർ അല്ലേ? റെഗുലർ വെർബും ഇറഗുലർ വെർബും ക്ലിയർ അല്ലേ? നോട്ട് എഴുതിക്കോളൂ കേട്ടോ. മാഡം ഒരു സംശയം, ഇത് പ്രസന്റ് വെർബ് പാസ്റ്റ് പ്രസന്റ് അതിലൊന്നും പെടില്ല? എന്താ കേട്ടില്ല? അതായത് ഇത് നമ്മളിപ്പോ ഈ ഉദാഹരണങ്ങൾ പറഞ്ഞല്ലോ, റീഡ്, റൈഡ്, അങ്ങനെ പ്ലേ, പ്ലേഡ്, അതൊക്കെ നമുക്ക് പ്രസന്റ് വെർബിലൊക്കെ പെടുന്നതല്ലേ? പാസ്റ്റ് വെർബ്. ഓക്കെ, അതെ, റീഡ് എന്ന് പറയുന്നത് പ്രസന്റ് ആണ്. റീഡിന്റെ സെയിം സ്പെല്ലിംഗ് ആണെങ്കിൽ പ്രൊണൗൺസിയേഷൻ ഡിഫറെന്റ് ആണ് കേട്ടോ. റീഡ്, റെഡ്, റെഡ് എന്നാണ് കേട്ടോ. റീഡ്, റെഡ്, റെഡ്. ഓക്കെ, ഇതില് റീഡ് എന്താണ്? പ്രസന്റ് ആണ്. റെഡ് പാസ്റ്റ് ആണ്.
Again read എന്താണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് കേട്ടോ. ഓക്കെ. ഇതൊന്നും ടെക്സ്റ്റ് ഇല്ല കേട്ടോ. ടെക്സ്റ്റിലുണ്ട്, നമ്മള് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല എന്ന് മാത്രം. ടെക്സ്റ്റിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല കണ്ടോ. ഇവിടെ ജസ്റ്റ് കൊടുത്തിട്ടേ ഉള്ളൂ, റെഗുലർ വേർബ് കൊടുത്തിട്ടേ ഉള്ളൂ, എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. എക്സ്പ്ലനേഷൻ ആണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോളൂ. നമ്മളെ ടെസ്റ്റിൽ പറയുന്ന പോലെ ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടേ ഉള്ളൂ, ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടില്ല. മാം ആ സ്ലൈഡ് ഒന്ന് ചേഞ്ച് ചെയ്യൂ മാം. എന്തോ നോട്ട് കേട്ടില്ല, നോട്ട്സ് ആണോ? അല്ല ആ സ്ലൈഡ് ഒന്ന് ഇതന്നെ. താങ്ക് യു. എന്നോട് പറയണ മാം സ്ക്രീൻ കുറച്ചുകൂടി ഡൗൺ ആക്കോ നെക്സ്റ്റ് പേജിലേക്ക്. ഇവിടെ റെഗുലർ വേർബിന് നമ്മുടെ ഡെഫിനിഷൻ ഒന്നും ഇല്ല കേട്ടോ. ഇറഗുലർ വേർബിന് ഡെഫിനിഷൻ ഒന്നും ഇല്ല, എക്സാമ്പിൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇറഗുലർ വെർബിന്റെ ഒന്ന് കാണിക്കോ? എക്സാമ്പിൾ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഒരുപാട് നോട്ട്സ് ഞാൻ തരുന്നുണ്ട് കേട്ടോ. വേർബിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ വേർബിന്റെ കുറച്ചധികം നോട്ട്സ് ഞാൻ തരും. അത് നമ്മൾ നോട്ട്ബുക്കിൽ എഴുതിയെടുക്കേണ്ടതാണ്. ഓക്കെ, കാരണം പഠിക്കണം, വേർബുകൾ ഒരുപാട് പഠിക്കണം. എന്നാൽ മാത്രം നമുക്ക് ടെൻസ് എടുക്കുന്ന ടൈമിൽ ഇതൊക്കെ യൂസ്ഫുൾ ആയിട്ട് വരും. അതുമല്ല നമുക്ക് കുറച്ച് നൗൺസ് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. നൗൺ വേറെ, വേർബ് വേറെ, അത് വേറെ കാര്യം. അപ്പൊ രണ്ടും പഠിച്ചിരിക്കുക. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോട്ട്സ് തരാം. ഇപ്പൊ ഇത് കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. What is regular verb and what is irregular verb? Then example എഴുതി നോട്ട് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ ഓക്കെ. ഇതില് എല്ലാ എക്സാമ്പിളും എഴുതിപ്പോന്നില്ല കേട്ടോ. 1-2 എക്സാമ്പിൾ മാത്രം എഴുതിയാൽ മതി. കാരണം ഞാൻ നോട്ട്സ് തരുന്നുണ്ട്, ഓൾറെഡി ഞാൻ നോട്ട്സ് തരും. എന്താണ് ഇറഗുലർ വേർബ് അല്ലെങ്കിൽ എന്താണ് റെഗുലർ വേർബ് എന്ന് 2 എക്സാമ്പിൾ എഴുതി അവസാനിപ്പിക്കാം. അത്രേ ഉള്ളൂ. മതി മതി. അപ്പൊ കംപ്ലീറ്റ് ആയല്ലോ അല്ലെ? ഓക്കെ. അപ്പൊ ടെക്സ്റ്റില് ഈ മെയിൻ വേർബ് എന്ന് പറയുന്ന ആ ഒരു പോയിന്റിന്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അല്ലെ? എന്താണ് മെയിൻ വേർബ് എന്താണെന്ന് പഠിച്ചു. അത് ടെക്സ്റ്റ് പറയാത്ത കുറച്ച് കാര്യങ്ങളായ ആക്ഷൻ വേർബും സ്റ്റേറ്റ് വേർബും പഠിച്ചു. പിന്നെ റെഗുലർ വേർബ്, ഇറഗുലർ വേർബ്, ട്രാൻസിറ്റീവ് വേർബ്, ഇൻട്രാൻസിറ്റീവ് വേർബ്, ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി ഈ സൈഡിലേക്ക് പോവാണെങ്കിൽ ഹെൽപ്പിംഗ് വേർബ്സ് ഉണ്ട് അല്ലെ? ഹെൽപ്പിംഗ് വേർബ്സിൽ പ്രൈമറി ഹെൽപ്പിംഗ് വേർബ് ഉണ്ട്, മൊഡൈൽ ഹെൽപ്പിംഗ് വേർബ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. have, is, are, was, be, are, do, does, did, have, has, had, shall, should, അല്ലെ? നിങ്ങൾക്ക് അറിയാം, കണ്ടിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ മ്യൂട്ട് ചെയ്യൂ കേട്ടോ. എല്ലാവരും ശ്രദ്ധിക്കൂ, അൺമ്യൂട്ട് ചെയ്യില്ല ആരും. ഓക്കെ, അപ്പോ ഈ പറയുന്ന റൈറ്റ് സൈഡിലുള്ള ക്ലാസിഫിക്കേഷൻ ഞാൻ ടെൻസ് എടുക്കുന്ന ടൈമിൽ, ടെൻസ് ചാപ്റ്റർ എടുക്കുന്ന ടൈമിൽ പറഞ്ഞു കേട്ടോ. പ്രൈമറി ഹെൽപ്പിംഗ് വേർബ്സ് ഇതൊക്കെയാണ്, അതുപോലെ തന്നെ മൊഡൈൽ വേർബ് ഇതൊക്കെയാണ്, എല്ലാം ഞാൻ പറഞ്ഞുതരും. അപ്പോ ഇതാണ് ശരിക്കും ഞാനിപ്പോ എടുത്ത ടോപ്പിക്. ഈ നോട്ടാണ് കേട്ടോ. ഈ നോട്ട് ഞാൻ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തേക്കാം. ദ വേർബ് സിസ്റ്റം ഇൻ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ടോപ്പിക് അല്ലെങ്കിൽ ഈ നോട്ട് ഞാൻ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യാം. ട്രാൻസിറ്റീവ് വേർബ്, ട്രാൻസിറ്റീവ് എന്ത് വേർബാണ്? ആം ആണോ എന്ന് ചോദിച്ചാൽ ആം അല്ല.
ഓക്കെ, ഒബ്ജക്റ്റിന്റെ സഹായത്തോടു കൂടി കംപ്ലീറ്റ് ആകുന്ന ഒരു സെന്റൻസിലെ വെർബിനെയാണ് നമുക്ക് ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഐ ക്ലോസ് ദി ഡോർ. ഐ ക്ലോസ് ദി ഡോർ. ഞാൻ ഡോർ ക്ലോസ് ചെയ്തു. അപ്പൊ ഡോർ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഇല്ലെങ്കിൽ ആ സെന്റൻസ് കംപ്ലീറ്റ് ആണോ? ഐ ക്ലോസ്. ഐ ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ആ സ്റ്റേറ്റ്മെന്റ് തന്നെ കംപ്ലീറ്റ് അല്ല. അല്ല, അവിടെ എന്താന്നുള്ളത് കാണിക്കുന്നില്ല. ചോദിക്കാലോ, വാട്ട് യു ക്ലോസ്? നീ എന്ത് ക്ലോസ് ചെയ്തു? എന്ത് ക്ലോസ് ചെയ്തു എന്നുള്ള ചോദ്യം വരും. അതെ, അതുകൊണ്ട് തന്നെ ഡോർ ക്ലോസ് ചെയ്തു. ഡോർ എന്ന് പറയണം. ഡോർ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് വന്നാൽ മാത്രമാണ് ആ സെന്റൻസ് കംപ്ലീറ്റ് ആകുന്നത്. ഐ ക്ലോസ് ദി ഡോർ എന്ന് പറയുന്ന സെന്റൻസിലെ ക്ലോസ് എന്ന് പറയുന്ന വെർബ് എന്താണ്? ട്രാൻസിറ്റീവ് വെർബ് ആണ്. കാരണം ഈ ഡോറിന്റെ സഹായത്തോടു കൂടിയാണ് ആ സെന്റൻസ് കംപ്ലീറ്റ് ആയത്. അതുകൊണ്ട് തന്നെ ആ സെന്റൻസിലെ ക്ലോസ് എന്ന് പറയുന്ന വേർഡ് അല്ലെങ്കിൽ വെർബ് ട്രാൻസിറ്റീവ് വെർബ് ആണ്. ക്ലിയർ? ക്ലിയർ. ഓക്കെ ആണോ? അപ്പൊ വേർബില് നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടോ. ഒത്തിരി ഉള്ള ചാപ്റ്റർ ഇത്രയും ഞാൻ പഠിപ്പിക്കുന്നുള്ളൂ. കാരണം ഇനി അങ്ങോട്ട് പഠിപ്പിച്ചു കഴിഞ്ഞാല് കൺഫ്യൂഷൻ വരും. ഓക്കെ ഓക്കെ. അത് അപ്പോ ഇതിന്റെ ബാക്കി അപ്പൊ 10th ചാപ്റ്ററിലാണോ പറയാ? ഇല്ല, ഇതിന്റെ ബാക്കി ടെൻസിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഹെൽപ്പിംഗ് വേർബ്സിനെ കുറിച്ചും എല്ലാം പറയുന്നത് ആ ടൈമിൽ ഞാൻ പറഞ്ഞു പോകും. അതുപോലെ തന്നെ ഈ ടെക്സ്റ്റിൽ കാണുന്ന ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. ടാഗ്. ഈ ടാഗ് എന്ന് പറയുന്നത് ഒരു ചാപ്റ്റർ തന്നെയുണ്ട്. അപ്പൊ അതും ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. മനസ്സിലായോ? കണ്ടു മേഡം. ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ മതി. ഇപ്പൊ ഞാൻ വെർബിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ മാത്രം ഈ ചാപ്റ്ററിൽ നോക്കിയാൽ മതി. ബാക്കി എല്ലാം വേറെ ചാപ്റ്ററിലൂടെ ഞാൻ പഠിപ്പിച്ചു തരുന്നുണ്ട്. നെഗറ്റീവ്സ് ആണെങ്കിൽ ബി പറയുന്ന നെഗറ്റീവ്സ് ആണോ? നെഗറ്റീവ്സ്, ഷോർട്ട് ആൻസർ, ക്വസ്റ്റ്യൻ ടാഗ്സ്, ഇതെല്ലാം ടെൻസ് ഫോംസ്, ഇതെല്ലാം നമ്മൾ ഓരോ ചാപ്റ്ററിലായിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഐ സിംഗ് എ സോങ്, ഐ ഡു നോട്ട് സിംഗ് എ സോങ്, ഈ പറയുന്ന നെഗറ്റീവ്സും നമ്മൾ ടെൻസ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു. അതായത് ഈ ചാപ്റ്ററിൽ എനിക്ക് ഇപ്പോ എടുക്കാനുള്ള പോർഷൻസ് ഇത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ഇനി പോകുന്ന അല്ലെങ്കിൽ ഇനി പഠിക്കാൻ പോകുന്ന ചാപ്റ്ററിലൂടെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുവഴി ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആകും. ഓക്കെ, കഴിഞ്ഞു. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് നെക്സ്റ്റ് ക്ലാസ്സിൽ നാളെ എനിക്ക് അപ്ലോഡ് ചെയ്യും. ഓക്കെ, മോക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. നാളെ എത്ര മണിക്കാവും മാഡം? അത് കുഴപ്പമില്ല, നമുക്ക് ഏത് സമയം വേണമെങ്കിലും അത് അറ്റൻഡ് ചെയ്യാൻ പറ്റും കാർത്തിക. നോ പ്രോബ്ലം. അതെല്ലേ? ഓക്കെ. അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ട? ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് പ്രസന്റ് ചെയ്ത ശേഷം മാത്രം മോക്ക് ടെസ്റ്റ് മതിയോ? എന്നാലും മതി മാം. ഒന്ന് ജസ്റ്റ് ഇനി ആരെങ്കിലും കയറാത്തവരുണ്ടെങ്കിൽ അവർക്കും കൂടെ ഒന്ന് മെൻഷൻ ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ഇടാമല്ലോ. പ്രിപ്പയർ ചെയ്തിട്ട് വരും കേട്ടോ. ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാൻ റെഡി ആയിട്ട് എല്ലാവരും വരാം. നല്ല രീതിയിൽ ക്ലാസ് എടുക്കാം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആസ് എ ടീച്ചർ നല്ല രീതിയിൽ ക്ലാസ് എടുത്ത് കൊണ്ടുപോകും. ഓക്കെ, ഓരോ പ്രാവശ്യം നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ തന്നെ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ശരിയാണ് മാഡം. നമുക്ക് ഇല്ലാത്ത കാര്യങ്ങൾ പോലും കേൾക്കുമ്പോൾ പിന്നെ അതിനെ കുറിച്ച് നല്ല വ്യക്തത ഉണ്ടാവും. ഒരുപാട് പേര് ക്ലാസ് എടുക്കുമ്പോൾ. നെക്സ്റ്റ് ക്ലാസ് എന്നായിരിക്കും മാം? ട്യൂസ്ഡേ അല്ല? നെക്സ്റ്റ് ക്ലാസ്സില് അത് ഇതിൽ ടീച്ചേഴ്സ് ലീവ് ആകുവാണെങ്കിൽ ചിലപ്പോ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വരും. അതുകൊണ്ട് നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെക്കും. എമർജൻസി എമർജൻസി. ഓക്കെ. പിന്നെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ ക്ലാസ് എടുക്കുമ്പോൾ അത് എന്റെ ഒരു ഒപ്പീനിയൻ ആണ്, എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. കുറച്ചുകൂടെ എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയൊരു കാര്യം കൂടിയാണ്. കാരണം ഞാൻ പഠിച്ചു വന്ന രീതി നോക്കുകയാണെങ്കിൽ എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത് ഇപ്പൊ നിങ്ങൾ തന്നെ കാണുക, നമ്മുടെ ടെക്സ്റ്റിൽ കാണുന്നത് ഒന്നുമില്ല, ജസ്റ്റ് പോയിന്റ്സ് മാത്രമേ ഉള്ളൂ അല്ലെ. ആ പോയിന്റ്സിനെ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിപ്പിക്കുക എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ് അല്ലെ. അതും നമ്മുടെ കുറെ ഡെഫിനിഷൻസോ കാര്യങ്ങളോ പറയാതെ എക്സാമ്പിളിലൂടെ പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ട്രാൻസിറ്റീവ് വെർബിനെ കുറിച്ച് ഞാൻ ഡെഫിനിഷൻ പറഞ്ഞിട്ട് പഠിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ മനസ്സിലാകും. എപ്പോഴും നിങ്ങൾ ഒരു ടീച്ചറാണ്, നിങ്ങൾ ടീച്ചറാണ് എന്ന് നിങ്ങൾ ക്ലാസ് എടുക്കുകയാണെങ്കിൽ, അത് ഇപ്പൊ ഇവൻ എന്റെ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന, നിങ്ങൾക്ക് കണക്ട് ആയിട്ട് വരുന്ന എക്സാമ്പിളിലൂടെ പഠിപ്പിക്കാൻ നോക്കാം. അത് കേൾക്കുന്നവര് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും, അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് പ്രവർത്തിക്കാതെ അവർക്ക് ബോറിംഗ് ആയിട്ട് തോന്നാതെ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും. കാരണം ബോറടിക്കുന്നത് എന്തുകൊണ്ടാണ്?
നമ്മൾ എടുക്കുന്ന പോർഷൻസ് മനസ്സിലാകാതെ ആകുമ്പോഴാണ് നമുക്ക് അത് ഫീൽ ബോറായിട്ട് തോന്നുക. ക്ലാസ് നമ്മൾ എന്തൊരു കാര്യം ബോറായിട്ട് തോന്നുക അങ്ങനെയാ. നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല, മനസ്സിലാക്കുന്നില്ല, അപ്പൊ നമുക്ക് ബോറടിക്കും. അപ്പൊ ബോറടിപ്പിക്കാതെ പെട്ടെന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്ന ട്രിക്കിലൂടെ അല്ലെങ്കിൽ ആ ട്രിക്ക് യൂസ് ചെയ്തുകൊണ്ട് ക്ലാസ് എടുക്കാൻ ശ്രദ്ധിക്കാം. എന്റെ ഒപ്പീനിയൻ ആണ്. അക്സെപ്റ്റ് ചെയ്യാം, റിജക്ട് ചെയ്യാം, എനിക്ക് തോന്നിയ കാര്യമാണ്. എന്റെ ഒപ്പീനിയൻ വളരെ കറക്റ്റാണ്. ഞാൻ അതിനോട് യോജിക്കുന്നു. മാഡം. മാം അത് നല്ല കാര്യമാണ്. കാരണം മാം പറയുന്ന പോലെ തന്നെ പറയാനല്ലല്ലോ, നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി അതിനകത്ത് ഉണ്ടാവണം. നമ്മൾ തെറ്റോ ശരിയോ, പക്ഷെ ആ തെറ്റാണെങ്കിൽ പിന്നെ അത് നമ്മൾ വേണമെങ്കിൽ ക്ലിയർ ചെയ്താൽ മതിയല്ലോ. ഇപ്പം തെറ്റാണെങ്കിൽ മാം പറയും അത് അവിടെ കുറച്ച് തെറ്റുണ്ട് കേട്ടോ എന്ന് പറയും. ആസ് എ ഫ്രണ്ട്ലി അല്ലെങ്കിൽ ടീച്ചർ എന്നുള്ള മീനിങ് നമുക്കത് മനസ്സിലാവും. അങ്ങനെയാണല്ലോ നമ്മൾ എല്ലാരും വേണ്ടത്. ഒരാളെ കോപ്പി പേസ്റ്റ് ചെയ്യരുത്. ഇപ്പൊ ഞാൻ പറയും എന്നെ പോലെ ഒരിക്കലും പറയില്ല, ഒരിക്കലും ചെയ്യരുത്. കാരണം നമുക്ക് നമ്മുടേതായ ഐഡന്റിറ്റി ഉണ്ട്, നമ്മൾക്ക് നമ്മുടേതായ ഒരു വേ ഓഫ് ടീച്ചിങ് ഉണ്ട്. അതിലൂടെ മാത്രം പഠിപ്പിക്കും. നമുക്ക് ഒരാളെ നമുക്ക് എന്താണ് കണ്ട് പഠിക്കാം, ഇങ്ങനെ എടുത്ത് നന്നായിരിക്കും, അനുകരിക്കരുത്. പഠിക്കാം. പക്ഷെ അത് തന്നെ നമ്മൾ ചെയ്യാൻ പാടില്ല. നമുക്ക് നമ്മുടേതായ രീതി, നമ്മുടെ ക്രിയേറ്റീവ് കൂടെ അതുണ്ടായിരിക്കണം. മനസ്സിലായോ? യെസ് മാം, ശരിയാണ്, വളരെ കറക്റ്റ് ആണ്. ശ്രീധർക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, ശരിയാണ്. ടീച്ചറാണ്, ഓക്കെ റെക്കോർഡ് ക്ലാസ് കാണാം. റെക്കോർഡ് ക്ലാസ് കാണാൻ ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല കേട്ടോ, ഭയങ്കര ബോറായിരിക്കും. അത് കാണാൻ ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല. എന്നാലും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് റെക്കോർഡ് ക്ലാസ് കാണാം. ഇനി നിങ്ങളോട് കാര്യം പറയാനുണ്ട്. ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റാത്തവരും അതുപോലെ റെക്കോർഡ് ക്ലാസ് കാണാൻ പറ്റാത്തവർക്കുമായിട്ട് ആരെങ്കിലും ക്ലാസ്സിൽ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ഡൗട്ട് ചോദിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. കൊടുക്കുന്നുണ്ട് മാം, കൊടുക്കുന്നുണ്ട്, ബ്രീഫ് ഇടുന്നുണ്ട്. കാരണം നമുക്ക് ടീച്ചേഴ്സ് ആണ്, നമുക്ക് ഡൗട്ട് ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സുണ്ടാവണം. ഇപ്പൊ ഡൗട്ട് ചോദിച്ചാലും എത്ര പ്രാവശ്യം ഡൗട്ട് ചോദിച്ചാലും നമുക്ക് പറയാനുള്ളൊരു മനസ്സ് നമുക്ക് ഉണ്ടായിരിക്കണം. ക്ലാസ് കഴിഞ്ഞുടനെ ഞങ്ങൾ അത് മെൻഷൻ ചെയ്യാറുണ്ട് മാം. എന്ന് വെച്ചാൽ നോട്ട്സ് അടക്കം എന്നും അപ്ഡേറ്റ് കൊടുക്കാറുണ്ട്. ഞങ്ങൾ കേറുന്നവരാരും കണ്ടിട്ടില്ല, അതുകൊണ്ട് റെക്കോർഡ് ക്ലാസ്സിന്റെ എനിക്കറിയത്തില്ല, ഞാൻ കേൾക്കാറുമില്ല. ഞാൻ ലൈവ് ക്ലാസ്സിൽ കയറും, നോട്ട്സ് എഴുതും, പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കയറാറില്ല. കാരണം എനിക്ക് റെക്കോർഡ് ക്ലാസ് ഞാൻ കേട്ടിട്ടില്ല ഇതുവരെ, ഇന്നത്തെ ദിവസം വരെ ഞാൻ കേട്ടിട്ടില്ല. കാരണം ഞാൻ വീട്ടിലാണല്ലോ മാം, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. ബാക്കിയുള്ളവരെ നമുക്കൊന്നും പറയാൻ പറ്റില്ല, കാരണം അവരുടെ സാഹചര്യം, ഓഫീസിൽ പോകണം. ഞാൻ ഇവിടെ ജോയിൻ ചെയ്ത ടൈമില് ക്ലാസ് ഒക്കെ അപ്ലോഡ് ചെയ്യല്ലോ. അപ്പൊ ആ ടൈമിൽ ഞാൻ എന്റെ ക്ലാസ് എന്താ കണ്ടിട്ട് സഹിച്ചില്ല. എന്നെ കാണാൻ പറ്റില്ല എന്റെ ക്ലാസ്, എന്തൊരു ബോറാണ്. ലൈവ് ക്ലാസ് ആണ്, നമ്മളിങ്ങനെ ചുമ്മാ സംസാരിച്ചു പോവാണല്ലോ. നമ്മൾ റെക്കോർഡിംഗ് ആണ് എന്ന ബോധത്തോടു കൂടിയല്ല നമ്മൾ ക്ലാസ്സിൽ എടുക്കുന്നതും ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതും സംസാരിക്കുന്നതും. പക്ഷെ അത് റെക്കോർഡിൽ കാണുമ്പോ എന്തോ ഒരു പന്തികേട തോന്നും. അത് ഞാൻ പിന്നെ കണ്ടിട്ടില്ല. പ്രോത്സാഹിപ്പിക്കാൻ ഞാനുണ്ടാന്ന് പറയുന്നതുകൊണ്ടാണ്. നിങ്ങൾ ഗ്രൂപ്പിലൊക്കെ ചോദിക്കും, അവർ പറഞ്ഞു തരും. ഇനി അവര് പറഞ്ഞില്ലെങ്കിൽ പോലും എന്നോട് ചോദിക്കും. ഗ്രൂപ്പിൽ കഴിവതും നോട്ട്സ് ഇടുന്നുണ്ട്. ഗ്രൂപ്പ് എപ്പോഴും ഇതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. ബുദ്ധിമുട്ടൊക്കെ വരും, അത് ഒരിക്കലും തോന്നാൻ പാടില്ല. ഒരു ടീച്ചർക്ക് പറ്റിയ ഒരു ക്യാരക്ടറേ അല്ലാണ്ട് അത് ഗ്രൂപ്പ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകാം. ആരെ ചോദിച്ചാലും ആക്റ്റീവായിട്ട് തന്നെ മറുപടി പറയാം. അതുപോലെ ക്ലാസ് ആണെങ്കിലും ക്ലാസ്സിൽ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസ് ആണെങ്കിലും അത് പ്രയർ ആയിക്കോട്ടെ, ക്ലാസ്സിൽ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം. അവസാനം വരെ മുന്നോട്ട് കൊണ്ടുപോകാം. എല്ലാവരോടും കൂടി പറയുന്ന കാര്യമാണ്. ഞാൻ എല്ലാ ബാച്ചിലും കണ്ടുവരുന്നൊരു കാര്യമാണ്. ബോർഡിക്കും ചെയ്ത് മടുക്കും. ആ ഒരു മടുപ്പ് തോന്നരുത് കേട്ടോ. ലൈഫ് ഇസ് വെരി ഷോർട്ട്. We enjoy a little or every moment. You should enjoy. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും you should regret. ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വാക്കുകളെ എപ്പോഴെങ്കിലും ഓർത്തിരുന്നു. ഞാൻ പതിവായിട്ട് കണ്ടുവരുന്ന കാര്യങ്ങളാണ്. എത്രയോ ബാച്ച് എടുക്കുന്നുണ്ട്. ഭയങ്കര ഇപ്പോ പണ്ടത്തെ പോലെ ആക്റ്റീവ് ഒന്നും ആയിരിക്കില്ല ക്ലാസ്. അങ്ങനെ ആകരുത്. കണ്ടിന്യൂ ചെയ്ത് പോവാം. ഓക്കെ,
മതി, ഇനി ഇടക്കിടക്കിലും പോറാന്ന് പറയുന്നത്. ഞാൻ പോറാന്ന് പറഞ്ഞല്ലോ. ഇല്ല ഞാൻ റെക്കോർഡ് ക്ലാസ് കാണാറുണ്ട് മിക്കപ്പോഴും. എനിക്ക് കാണാൻ പറ്റാത്ത സമയത്ത് എനിക്ക് ബോറായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. കാരണം ഞാൻ ഫുൾ ടൈം ക്ലാസ് എടുക്കുന്ന ഒരു വ്യക്തിയല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ക്ലാസ് എടുക്കാതെ കുറച്ചെടുത്തോളം സംസാരിക്കുമല്ലോ. അപ്പൊ നമ്മൾ ഒന്നാമത് സമയമില്ലാതെ നേരത്ത് ക്ലാസ് കാണാം. പിന്നെ നമ്മൾ ഒരുപാട് ഫോർവേഡ് ചെയ്ത് കാണേണ്ടി വരും. ഭയങ്കര ബോറിംഗ് ആണ്. ഞാൻ ആ രീതിയിലാണ് ബോറിംഗ് എന്ന് പറഞ്ഞത്. അല്ല എന്റെ സംസാരം ബോറിംഗ് ആണെന്ന് ഞാൻ പറയുമോ? എന്നാലും ബോറടിക്കാൻ എത്ര ക്ഷമയുള്ളവരൊക്കെ ഇത് കാണാം. എനിക്ക് ആ ക്ഷമയില്ല. ടൈം കഴിഞ്ഞു. അപ്പൊ പറഞ്ഞ പോലെ ചെയ്യാം. വെരി ഗുഡ്. എല്ലാവരും ഡൗട്ട് ക്ലിയർ ചെയ്യണം. മനസ്സിലായോ? അപ്പോ നെക്സ്റ്റ് വരുമ്പോ പ്രസന്റ് ചെയ്യാൻ റെഡി ആയിട്ട് വരാം. എല്ലാവരും പ്രസന്റ് ചെയ്യണം. ആ ഒരു ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, സോ താങ്ക് യു. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സൈനോട്ട് പറയൂ. ഇനി സൈനോട്ട് പറയുമെന്ന് പറഞ്ഞ് കുറെ നേരം ഞാൻ വെയിറ്റ് ചെയ്യുന്ന ആവശ്യമില്ല കേട്ടോ. സൈനോട്ട് പറയാം. ആരെങ്കിലും പെട്ടെന്ന് പറയും. ഇന്ന് ക്ലാസ് എടുത്തുന്ന നമ്മുടെ അശ്വതി മിസ്സിന് ഒരുപാട് താങ്ക്സ് പറയുന്നു. നമ്മൾ ഇന്നൊരു പുതിയ യൂണിറ്റ് ആണ് എടുത്തത്, യൂണിറ്റ് 3 ദ വെർബ് സിസ്റ്റം ഇൻ ഇംഗ്ലീഷ്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ, മൊത്തം ക്ലാസ് എടുക്കുന്നില്ല, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. മാം അത് നമുക്കുള്ള ഒരു സംശയം നമ്മുടെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് മാം അത് അപ്ലോഡ് ചെയ്യും. എല്ലാവരും അതൊന്ന് നോട്ട് ചെയ്യുക. എഴുതിയെടുക്കണം എന്നുള്ളവർക്ക് എഴുതിയെടുക്കാം. ഇന്ന് പഠിപ്പിച്ചതൊക്കെ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എഴുതിയെടുക്കാം. മാം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അടുത്ത ക്ലാസ്സിൽ കുറച്ചും കൂടെ നിങ്ങൾ പ്രിപ്പയർ ആയിട്ട് നമ്മളെല്ലാവരും ഇന്നത്തെ ക്ലാസ്സിന്റെ ഒന്നും കൂടെ പഠിച്ചിട്ട് ക്ലാസ് എടുത്തതിന് ശേഷം നമുക്കൊരു ചെറിയൊരു ടെസ്റ്റ് മാം അപ്ലോഡ് ചെയ്യും. ഓക്കെ, അപ്പൊ എന്തായാലും മാമിനും താങ്ക് യു പറയുന്നു. ഇന്ന് പങ്കെടുത്ത എല്ലാ നമ്മുടെ ടീച്ചേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും താങ്ക്സ് പറയുന്നു. കൂട്ടുകാർക്കും താങ്ക്സ് പറയുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. സജഷൻ ഉണ്ട്. അടുത്ത ക്ലാസ്സില് പറഞ്ഞപ്പോ മാം ആരുടെയെങ്കിലും പേര് വിളിക്കണം. കാരണം എല്ലാ ചാപ്റ്റേഴ്സും എല്ലാ ടോപ്പിക്സും ഇങ്ങനെ ഓരോരുത്തരോട് സെമിനാർ എടുക്കാൻ പറയുമ്പോ കുറച്ച് ആൾക്കാരാണ് സ്ഥിരമായിട്ട് ഇങ്ങനെ ക്ലാസ് എടുക്കാൻ മുന്നോട്ട് വരുന്നത്. ബാക്കി ഇത്രയും കുട്ടികളുള്ളതെന്ന് ചിലർ മാത്രമാണ് സ്ഥിരമായിട്ട് ക്ലാസ് എടുത്ത് കാണുന്നത്. അപ്പൊ മാം ആരുടെയെങ്കിലും ഒക്കെ പേര് വിളിച്ചാൽ അത് എല്ലാവർക്കും മുന്നോട്ട് കുറെ ആൾക്കാരുണ്ട് മാം. വിളിക്കുന്ന പരിപാടി നിർത്തിയതാണ്. അല്ല, കുറെ ആൾക്കാരുണ്ട് ബാക്കോട്ടേക്ക് വന്നത്. ബാക്കി കുറച്ച് ആൾക്കാർ മുന്നോട്ടേക്ക് എല്ലാ വിഷയത്തിലും ഇങ്ങനെ ഇത് എടുക്കുന്ന ആൾക്കാരുണ്ട്. കുറെ ആൾക്കാർ ബാക്ക്. ബാക്കിയുള്ള ആൾ വിചാരിക്കും എന്നാൽ എടുത്ത ആൾ വിചാരിക്കും എന്നാൽ ബാക്കിയുള്ള ആൾക്ക് ഒരു അവസരം ആയിക്കോട്ടെ. പക്ഷെ അത് അവര് ആ അവസരം മുതലാക്കുന്നില്ല. അതാണ് എല്ലാരും പറയുന്നത്. പറയുന്നത് കാരണം ഞാൻ ഈ പേര് വിളിക്കുമ്പോ മിക്ക ക്ലാസ്സിലും കണ്ടുവരുന്ന കാര്യമാണ്. പേര് വിളിക്കുമ്പോ ഒരെണ്ണം റെസ്പോണ്ട് ചെയ്യില്ല. കണ്ടിന്യൂസ്ലി ഞാൻ ഇങ്ങനെ പേര് വിളിക്കും, റെസ്പോണ്ട് ചെയ്യില്ല. കാരണം അവർക്ക് പറയണം, അല്ലെങ്കിൽ അവർക്ക് ചാൻസ് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവര് ഡയറക്റ്റ്ലി പറയാ, മിസ് എനിക്ക് പറയണം എന്ന് പറഞ്ഞാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ. ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്, എല്ലാവർക്കും ഈക്വലി ആണ് ഞാൻ. അല്ലാതെ ഇന്ന ക്ലാസ്സിൽ ഇന്ന ആൾക്കാരെടുക്കൂ എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ പറയാറില്ല. ഈക്വലി കൊടുക്കുന്ന ചാൻസ് ആണ്. അത് യൂസ് ചെയ്യേണ്ടത് നിങ്ങളാണ്. മനസ്സിലായോ? അത് യൂസ് ചെയ്യിപ്പിക്കുക എന്നതല്ല എന്റെ ഉദ്ദേശം. ചെയ്യേണ്ടത് നിങ്ങളാണ്. അത് ചെയ്യുന്നവർ ചെയ്യും. അത് അവർ എത്ര പ്രാവശ്യം പറഞ്ഞാലും അവര് കുറച്ചുകൂടെ എനിക്ക് ചാൻസ് വേണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് അവർ വീണ്ടും ആണെങ്കിൽ പോലും പറയുന്നത്. മനസ്സിലായോ? ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞവരെ ആയിരിക്കും നെക്സ്റ്റ് ക്ലാസ്സിലും അവർ പ്രസന്റ് ചെയ്യാം. കാരണം എന്താ? എന്തുകൊണ്ടാണ്? അവർക്കത് ആഗ്രഹമുണ്ട്, അവർക്കത് പറയണം. നിങ്ങൾ പറയണ്ട, നിങ്ങൾ പറയില്ലേ, നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞാലേ അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതല്ലേ എന്ന് പറയാൻ പറ്റില്ല. മനസ്സിലായോ? എനിക്ക് നിങ്ങൾ എല്ലാവരും ഒരേപോലെയാണ്. ഓരോരുത്തർക്കും ചാൻസ് വേണമെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ഓരോരുത്തരും പേര് ടെക്സ്റ്റ് ചെയ്യൂന്നാ ഞാൻ പറയുന്നത്. ടെക്സ്റ്റ് ചെയ്യുന്നതനുസരിച്ച് ഞാൻ നിങ്ങളുടെ പേര് വിളിക്കാം. എന്തോ ആ പേര് പറയൂന്ന് പറയുമ്പോ ആ നേരത്തെ ആരും മിണ്ടാറില്ല. അതുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നവർ തന്നെ വീണ്ടും പിന്നെയും ചെയ്യുന്നത്. പേര് ടെക്സ്റ്റ് ചെയ്യുമെന്ന് പറയുമ്പോ എന്താണ് ടെക്സ്റ്റ് ചെയ്യാൻ പറയണെന്ന് അറിയോ? ഞാൻ ഓരോരുത്തരെ വിളിക്കുമ്പോ എന്റെ അത്രയും സമയം പോവാണ്, റെസ്പോണ്ട് ചെയ്യില്ലായിരുന്നു. ഓരോരുത്തരെ പേര് വിളിച്ചിട്ട് റെസ്പോണ്ട് ചെയ്യാനാവുമ്പോ അത്രയും ടൈം പോവാണ്.
അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് താല്പര്യമുള്ളവര്, പ്രസന്റ് ചെയ്യാൻ താല്പര്യമുള്ളവര് പേര് ടെക്സ്റ്റ് ചെയ്യുക. ടെക്സ്റ്റ് ചെയ്യുന്ന ഓരോ പേരും ഞാൻ വിളിക്കാറുണ്ട്. ഒരാളെ പോലും ഞാൻ വിട്ടുപോകാറുണ്ട്. ഇനി സപ്പോസ് നമുക്ക് ക്ലാസ് ടൈം കഴിയുകയാണെങ്കിൽ ഞാൻ പറയും നെക്സ്റ്റ് ക്ലാസ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം എന്ന് പറയാറുണ്ട്, അല്ലെ? അപ്പൊ ചെയ്യുന്നതുള്ളൂ, പറഞ്ഞവർ തന്നെ പറയും. അത് അവരുടെ ഇഷ്ടമാണ്. പറയാത്തവർക്ക് പറയണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങളത് ബില്ലിങ് ആവണം. നിങ്ങൾ മുന്നോട്ട് വരണം, എന്നാൽ മാത്രമേ പറ്റൂ. ചാൻസ് കിട്ടുന്ന ഓരോരുത്തർക്കും ഈക്വലി ആണ്. അത് എങ്ങനെ യൂസ് ചെയ്യണം, എപ്പോ യൂസ് ചെയ്യണം എന്ന് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. കേട്ടല്ലോ? ഈ പേടിയും ഈ സംഭവമൊക്കെ മാറ്റി വെച്ചാൽ പുറത്തോട്ട് വരൂ. എന്തിനാ പേടിക്കുന്നത്? ആരെയും പേടിക്കുന്നേ? ഇത് കാര്യം പേടിച്ചിട്ട് എന്ത് കിട്ടുന്നു നിങ്ങൾക്ക്? എനിക്കറിയാം ഒരുപാട് പേര് മിണ്ടാതിരിക്കുന്നത്, ഒരുപാട് പേരുണ്ട് ഇപ്പോഴും മിണ്ടാതിരിക്കുന്നവരുണ്ട്, അൺമ്യൂട്ട് ചെയ്യാൻ പേടിയുള്ളവരുണ്ട്. എന്തിനാ പേടിക്കുന്നേ? ഞാനും നിങ്ങളെ പോലെ തന്നെയല്ലേ, അല്ലെ? എന്തിനാ പേടിക്കുന്നേ? സംസാരിക്കൂ, അത്രേ ഉള്ളൂ. കേട്ടോ? ഓക്കെ, ഞാൻ പോവാണ്. താങ്ക് യു. താങ്ക് യു. Thank you, ma'am. ല ല ല ല ല ല